ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ EVS ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങൾ നിർബന്ധമായും 5 ആക്ടിവിറ്റീസിന് ആൻസർ ചെയ്യണം. 1 മുതൽ 4 വരെയുള്ളതിന് A പാർട്ടും B പാർട്ടും ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1ൽ A ക്വസ്റ്റ്യനുമുണ്ട്, B ക്വസ്റ്റ്യനുമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സോയിൽ ഫോർ അസ്? റൈറ്റ് ദം. നമ്മൾക്ക് മണ്ണ് കൊണ്ടുള്ള, സോയിൽ കൊണ്ടുള്ള ഉപകാരങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഫോർ അഗ്രികൾച്ചർ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. 3 പോയിന്റ്സ് നമ്മൾ എഴുതേണ്ടതുണ്ട്. നമുക്ക് പിന്നെ എഴുതാം ഫോർ കൺസ്ട്രക്ഷൻ, നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഫോർ മേക്കിംഗ് പോട്ട്സ്, പാത്രങ്ങൾ, കലങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോർ ഫാമിംഗ് എഴുതാം. അടുത്തതിന് B ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റി ഷോസ് ദാറ്റ് ദെയർ ഈസ് എയർ ഇൻ ദി സോയിൽ? മണ്ണിൽ എയർ ഉണ്ട് എന്ന് തെളിയിക്കുന്ന പ്രവർത്തനം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തത്, എ ഡ്രൈഡ് ക്ലംബ് ഓഫ് സോയിൽ ഈസ് പുട്ട് ഇൻ വാട്ടർ. ഡ്രൈഡ് ക്ലംബ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മൺകട്ട എന്താണ്, വെള്ളത്തിലിട്ടു, പുട്ട് ഇൻ വാട്ടർ. ഇനി രണ്ടാമത് തന്നിട്ടുള്ളത്, ഫിൽ ഹാഫ് ഓഫ് ബോട്ടിൽ വിത്ത് സോയിൽ. ഒരു കുപ്പിയുടെ പകുതി ഭാഗം മണ്ണ് നിറയ്ക്കുക, ക്ലോസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദി സൺലൈറ്റ്. എന്നിട്ട് അത് അടിച്ചിട്ട് വെയിലത്ത് വെക്കുക, സൺലൈറ്റിൽ വെക്കുക. ഉത്തരം വരുന്നത് ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലിടുന്നതാണ്. അതായത് എ ഡ്രൈഡ് ക്ലംബ് ഓഫ് സോയിൽ ഈസ് പുട്ട് ഇൻ വാട്ടർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. C ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് എനിമൽസ് ലിവ് ഇൻ സോയിൽ? ചൂസ് ദി കറക്റ്റ് ഗ്രൂപ്പ്. താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസിലായിട്ട് കുറച്ച് എനിമൽസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് മണ്ണിൽ ജീവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A എർത്ത് വേം, മണ്ണിര, ആൻഡ് ലിയോൺ, കുയാന, ടെർമൈറ്റ്, ചിതൽ. ഇനി B ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ, ചിത്രശലഭം, സെന്റിപീഡ്, പയുതാര. ഓപ്ഷൻ C നോക്കിക്കേ, ടെർമൈറ്റ്, ചിതൽ, എർത്ത് വേം, മണ്ണിര, ബട്ടർഫ്ലൈ, ചിത്രശലഭം. ഇനി ലാസ്റ്റ് Dയിൽ പറയുന്നത് ആൻഡ് ലിയോൺ, കുയാന, ലീച്ച്, അട്ട, സ്പേരോ, കുരുവി. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. മണ്ണിര, കൊയ്യാന, ചിതലാണ് മണ്ണിൽ ജീവിക്കുന്ന എനിമൽസിൽ വരുന്നത്. സോ നിങ്ങൾ ബോക്സിലേക്ക് ഓപ്ഷൻ A എടുത്തെഴുതേണ്ടതാണ്. ആക്ടിവിറ്റി 1ലെ A ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 1B എന്താണ് ചോദിച്ചത് നോക്കാം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായിരുന്നു നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഇവിടുത്തെ A ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് ടേണിംഗ് മഡി വാട്ടർ ടു ക്ലിയർ വാട്ടർ. അതായത് മണ്ണ് വെള്ളം മഡി വാട്ടർ ക്ലിയർ വാട്ടർ ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ചിത്രം ശ്രദ്ധിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ ആദ്യത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മഡി വാട്ടർ. സോ നമ്മളിവിടെ മഡി വാട്ടർ ആണല്ലോ, മണ്ണ് വെള്ളമാണ് ക്ലിയർ വെള്ളമാക്കുന്നത്. സോ അതിന് നമുക്ക് ആദ്യം മഡി വാട്ടർ, മണ്ണ് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ ഗ്രാവൽ, അതായത് ചരളാണ്. പിന്നെ അടുത്തതായിട്ട് ആവശ്യം വരുന്നതാണ് മണൽ, സാൻഡ് എന്ന് എഴുതി കൊടുക്കുക. ഇനി ലാസ്റ്റ് പിന്നെ ചാർക്കോൾ ആണ് വരുന്നത്. സോ നമ്മൾ ഈ ആക്ടിവിറ്റി ഇവിടെ A ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി B ക്വസ്റ്റ്യൻ നോക്കാം. ഡിഡ് യു നോട്ടീസ് ഫ്രം ദി പിക്ചർ ഹൗ വാട്ടർ ഈസ് വേസ്റ്റഡ്? നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടോ എങ്ങനെയാണ് വെള്ളം വേസ്റ്റ് ആയി പോകുന്നത്, പായായി പോകുന്നത്? ഇവിടെ കുട്ടി പൈപ്പ് തുറന്ന് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണല്ലേ. അങ്ങനെയാണ് ഇവിടെ ഒരുപാട് വെള്ളം വേസ്റ്റ് ആയി പോകുന്നുണ്ട്. വാട്ട് ആർ അതർ സിമിലർ സിറ്റുവേഷൻസ്? റൈറ്റ് ഡൗൺ. നമ്മളെടുത്ത് ഇതുപോലെ വെള്ളം പായായി പോകുന്ന മറ്റൊരു സിറ്റുവേഷൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്ലേയിങ് ഇൻ ക്ലിയർ വാട്ടർ, നല്ല വെള്ളത്തിൽ കളിക്കുന്നത് എന്താണ്, വെള്ളം പായായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ ലീക്കിംഗ് ഓഫ് പൈപ്പ്, പൈപ്പിന് ലീക്ക് ഉണ്ടെങ്കിൽ അതും എന്താണ്, വെള്ളം പായാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾക്ക് ഈ 2 പോയിന്റ്സ് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്തത് C ക്വസ്റ്റ്യൻ നോക്കിക്കേ. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു യൂസസ് ഓഫ് വാട്ടർ. ഇവിടെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്, വെള്ളത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ
ഇതല്ലാത്തതുമുണ്ട്. അതായത് വെള്ളവുമായി ഉപയോഗപ്പെട്ടത് അല്ലാത്ത ചില ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതേതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ടു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി, അതെന്താണ്? വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉപയോഗമാണ്. ടു ബാത്ത് അതും നമുക്ക് വെള്ളം വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ടു ബ്രീത്ത് ശ്വസിക്കാൻ വേണ്ടി. നമുക്ക് ശ്വസിക്കാൻ വെള്ളം ആവശ്യമുണ്ടോ? ഇല്ല. സോ അത് അവിടെ തെറ്റാണ്. ടു ബ്രീത്ത് എന്നുള്ളത് തെറ്റ് കൊടുക്കുക. ഫോർ ഷെൽട്ടർ, ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ വേണ്ടിയിട്ട്, അതും വെള്ളം ആവശ്യമില്ലാത്തൊരു പ്രവൃത്തിയാണ്. സോ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് ടു ബ്രീത്തിന് നേരെയും ഫോർ ഷെൽട്ടർ എന്ന പോയിന്റിന് നേരെയുമാണ്. അടുത്തത് ആക്ടിവിറ്റി 2, ലെറ്റ്സ് റിമൂവ് വേസ്റ്റ്. To check the cleanliness of the school surroundings, Jenny and her friends visited different places. അവിടെ സ്കൂൾ പരിസരത്തുള്ള വൃത്തികേട്, ക്ലീനില്ലായ്മ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജെനിയും അവളുടെ കൂട്ടുകാരും കുറേ സ്ഥലങ്ങൾ പോയി നോക്കി. Their findings are given in the table. അവർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് താഴെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. Write your suggestions for each place. ഇവിടെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള, അതായത് കുറച്ചുകൂടി വൃത്തിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സജഷൻസ്, നിർദ്ദേശങ്ങളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കാര്യം അവർ നിരീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എ പൂൾ ഓഫ് വാട്ടർ വാസ് ഫൗണ്ട് നിയർ ദി സ്കൂൾ കിച്ചൺ ഏരിയ. സ്കൂളിൻ്റെ അടുക്കളൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം എന്താണ് കെട്ടിക്കിടക്കുന്നുണ്ട്. സോ അവിടെ എന്താണ് കെട്ടിക്കിടന്നാൽ ഒരു വൃത്തിയില്ലാത്തതാണല്ലോ അല്ലേ. കൊതുകുകളൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു നിർദ്ദേശം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കിച്ചൺ ഏരിയ ക്ലീനായി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ വറ്റിക്കാം. ഡ്രെയിൻ ദി വാട്ടർ ആൻഡ് കെപ് ദി ഏരിയ ക്ലീൻ. അവർ കണ്ടുപിടിച്ച രണ്ടാമത്തെ പ്രശ്നമായിരുന്നു ഇൻ ക്ലാസ് 3B ചാർട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് വെർ നോട്ട് ഡസ്റ്റി. ചാർട്ടുകളും സ്റ്റഡി മെറ്റീരിയൽസുകളൊന്നും പൊടി പിടിച്ച് കിടക്കുന്നില്ല. ബട്ട് വേസ്റ്റ് വാസ് സ്കാറ്റേർഡ് എറൗണ്ട് ഇൻ ദി ക്ലാസ് റൂം. പക്ഷേ വേസ്റ്റുകൾ, മാലിന്യങ്ങൾ അവിടെ ക്ലാസ് റൂമിലൊക്കെ ചിതറി കിടക്കുന്നുണ്ട്. ഇതായിരുന്നു അവർ ഒരു ക്ലീൻ അല്ലാത്തൊരു വിഷയം കണ്ടെത്തിയത്. സോ നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ് റൂമിൽ ഒരു ഡസ്റ്റ്ബിൻ വെക്കാം. എന്നിട്ട് കുട്ടികളോടൊക്കെ ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടി പറയാം. Put dustbins in the classroom and tell students to throw waste in the bin and keep the class clean. അങ്ങനെ നമുക്ക് ക്ലാസ്സിനെ ക്ലീൻ ആയിട്ട് വെക്കാം. ഈ ഒരു പ്രവർത്തനം മനസ്സിലായല്ലോ. ഇനി B ക്വസ്റ്റ്യൻ. ഡ്രോ ആൻഡ് മാച്ച് ദി കറക്റ്റ് കളർ ഓഫ് ബിൻ ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് വേസ്റ്റസ്. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള കളർ ഓഫ് ബിന്നിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യെല്ലോ, റെഡ്, ഗ്രീൻ എന്ന് 3 നിറങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. സോ ആദ്യത്തേത് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഫുഡ് വേസ്റ്റ്, എഗ് ഷെൽ, വേസ്റ്റ് പേപ്പർ, വേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫിഷ്. അതായത് ഓർഗാനിക് വേസ്റ്റുകളാണിത്. അതെന്താണ് ഗ്രീൻ കളറിലേക്കാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. ഈ വേസ്റ്റൊക്കെ എന്താണ് ഹാം ചെയ്യാത്ത നല്ല മാലിന്യങ്ങളാണ്, ഓർഗാനിക് മാലിന്യങ്ങളാണ്. അത് പച്ചയിലേക്ക് ഗ്രീനിലേക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഫുഡ് വിയർ, തെർമോക്കോൾ. ഇതൊക്കെ എന്താണ് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് അല്ലേ. സോ ഇത് യെല്ലോയിലേക്കാണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്, അൺയൂസ്ഡ് പെയിൻ്റ് ഒക്കെ, അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. ഇത് നിങ്ങൾ റെഡിലേക്കാണ് വരയ്ക്കേണ്ടത്. അടുത്ത C ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റ് ടു ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ്. സോ നിങ്ങളിവിടെ താഴെയുള്ള ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതേണ്ടത്. എന്തുമായി ബന്ധപ്പെട്ട്? പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നതിനോട് ശരിയായി തോന്നുന്നതാണ് നിങ്ങൾ എഴുതേണ്ടത്. പ്ലാസ്റ്റിക് വേസ്റ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ. ശരിയാണോ? പ്രകൃതിക്ക് ഹാംഫുൾ അല്ല എന്നാണ് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ. നാച്ചുറിന്, നമ്മുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റാണ്. ഇനി അടുത്തത് രണ്ടാമത്തത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡു നോട്ട് ഡീകമ്പോസ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താണ്? മണ്ണിൽ അലിഞ്ഞു ചേരില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. B ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഇനി Cയിൽ എന്താണ് പറയുന്നത്? പ്ലാസ്റ്റിക് വേസ്റ്റ് ഹെൽപ്പ് ദി സോയിൽ ഫെർട്ടൈൽ. വളക്കൂറുള്ള മണ്ണാവാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സഹായിക്കുന്നു. തെറ്റാണ്.
പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ പ്ലാസ്റ്റിക് അലിഞ്ഞു ചേരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡു നോട്ട് ഡീകമ്പോസ്. പ്ലാസ്റ്റിക് വേസ്റ്റ് മണ്ണിൽ അലിഞ്ഞു ചേരില്ല. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്, മൂന്നാമത്തെ പ്രവർത്തനം. ചോദ്യം എ നോക്കാം. ക്ലാസിഫൈ ആൻഡ് റൈറ്റ് ദി ഫോളോയിങ് ഐറ്റംസ്. ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേർതിരിച്ച് എഴുതാനാണ്. ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കോവയ്ക്ക, വീറ്റ്, യാം, ഗ്രേപ്സ്, സ്പിനച്ച്, റൈസ്, ടാപ്പിയോക്ക, ലേഡീസ് ഫിംഗർ, ആപ്പിൾ, ഡ്രം സ്റ്റിക്ക് ലീവ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്നുള്ളൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് വെജിറ്റബിൾസ്? ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക പച്ചക്കറി അല്ലേ. സോ നമുക്ക് വെജിറ്റബിൾസ് പച്ചക്കറികൾ എന്ന ഹെഡിങ്ങിന് താഴെ ലേഡീസ് ഫിംഗർ എഴുതാവുന്നതാണ്. പിന്നെ വരുന്നതാണ് കോവയ്ക്ക, ഇവി ഗൗഡ്, അതും പച്ചക്കറിയാണ്. സോ ഈ രണ്ടെണ്ണമാണ് നിങ്ങൾ വെജിറ്റബിൾസിൻ്റെ താഴെയായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തെ കള്ളിൽ ആപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ആപ്പിളിന് നമുക്ക് എന്ത് ഹെഡിങ് കൊടുക്കാം? ഫ്രൂട്ട്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. ഇവിടെ ആപ്പിൾ അല്ലാതെ തന്നതിൽ ഏതാണ്? ഒരു ഫ്രൂട്ടും കൂടിയുണ്ട്. ഏതാണ്? ഗ്രേപ്സ്, മുന്തിരികൾ. നമുക്ക് ഗ്രേപ്സിനെ കൂടി നമുക്ക് ഫ്രൂട്ട്സിൽ ഉൾപ്പെടുത്താം. സോ നിങ്ങൾ ഇവിടെ ഹെഡിങ് ഫ്രൂട്ട്സ് എന്നും എഴുതുക, താഴെ ഗ്രേപ്സ് എന്നും എഴുതി കൊടുക്കുക. അടുത്ത ഹെഡിങ് ഇവിടെ തന്നിട്ടുണ്ട്. ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികളാണ്. ഇവിടെ ഡ്രംസ്റ്റിക്ക് ലീവ്സ്, മുരിങ്ങ ഇല തന്നിട്ടുണ്ട്. വേറെ എന്താണ്? ഇലപ്പച്ചക്കറി എന്താണ് തന്നിട്ടുള്ളത്? സ്പിനച്ച്, ചീര. സ്പിനച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ചീര. അത് നമുക്ക് ഇവിടെ ലീഫി വെജിറ്റബിൾസിൻ്റെ താഴെ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് സ്പിനച്ച്, ചീര എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സീരിയൽസ്, ധാന്യങ്ങളാണ്. ഇവിടെ എന്തൊക്കെയാണ് ധാന്യങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റിയത്? വീറ്റ്, ഗോതമ്പ് നമുക്ക് എഴുതാം. പിന്നെ റൈസ്, അരിയും എഴുതാം. സോ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ താഴെയായിട്ട് സീരിയൽസിൻ്റെ, ധാന്യങ്ങളുടെ താഴെയായിട്ട് വീറ്റും റൈസും എഴുതി കൊടുക്കുക. ഇനി നമുക്ക് യാം, ടാപ്പിയോക്ക തന്നിട്ടുണ്ട്. ചേന, യാം എന്ന് പറഞ്ഞാൽ ചേനയാണ്. ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ പൂളയാണ്. ഇതിൻ്റെ ഹെഡിങ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? പൂളയും ചേനയൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, അതായത് ട്യൂബേഴ്സ് ആണ്. സോ നിങ്ങളിവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് ട്യൂബേഴ്സ് എന്നാണ്. ഈ ഒരു ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇവിടുത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഫുഡ് ഐറ്റംസ് വി ഗെറ്റ് ഫ്രം എനിമൽസ്? എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് എനിമൽസിൽ നിന്നും കിട്ടുക? നമുക്ക് എഗ്ഗ്, മിൽക്ക്, മുട്ട, പാല് എന്നിവയാണ് എനിമൽസിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം. അടുത്ത സി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. വളർച്ചയ്ക്കും സ്ട്രെങ്ത്തിനും നമ്മുടെ രോഗങ്ങളിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ എന്താണ്? നല്ലതാണ്. സോ നമുക്ക് എഴുതാം ഗ്രോത്ത്, സ്ട്രെങ്ത്ത്, ടു പ്രിവെൻറ്റ് ഡിസീസ് എന്നെഴുതാം. സോ ഇവിടെ നമ്മുടെ സി ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി ആണ്. ഇതിലും എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ആദ്യം നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. എ ക്വസ്റ്റ്യൻ. മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ ഹെൽപ്പ് us പ്രിവെൻറ്റ് ഡിസീസ്. വ്യക്തി ശുചിത്വം ഉണ്ടാകുന്നതിലൂടെ എന്താണ്? രോഗങ്ങൾ വരുന്നതിനെ തടയാൻ പറ്റും. കംപ്ലീറ്റ് ദി വേർഡ് വെബ് ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഈ റൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് എഴുതേണ്ടത്. തിങ്സ് ഐ ഷുഡ് ഡു ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഷുഡ് വിയർ ക്ലീൻ ക്ലോത്ത്. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്ന്. നമുക്ക് എന്ത് എഴുതാം? കട്ട് നെയിൽസ് അറ്റ് ടൈം. സമയമാവുമ്പോൾ നഖം വെട്ടിക്കൊടുക്കുക. ബാത്ത് ഡെയിലി. ദിവസവും കുളിക്കുക. പിന്നെ നമുക്ക് എഴുതാം ബ്രഷ് ടീത്ത്. പല്ല് തേക്കുക. സോ ഇതൊക്കെ നമുക്ക് വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്.
അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഡിസീസസ് കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ? വ്യക്തി ശുചിത്വം ഇല്ലാത്തത് കൊണ്ട് വരാൻ കാരണമാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എഴുതാം ത്വക്ക് രോഗം, സ്കിൻ ഡിസീസസ് എന്ന് എഴുതാം. പിന്നെ നമുക്ക് എഴുതാവുന്നതാണ് വോം ഇൻഫെക്ഷൻസ്, പിന്നെ വോമിറ്റിംഗ്, ഛർദൽ, കോൾഡ് എഴുതാം, ജലദോഷമൊക്കെ. സോ ഇവിടെ ആക്ടിവിറ്റി എ ക്വസ്റ്റ്യന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ട് ബി നോക്കാം. ക്ലീൻലിനെസ് ഈസ് ഗ്രേറ്റ്നെസ്. ദ സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആർ ഗിവൺ. നമ്മൾ കൈ കഴുകേണ്ടതിൻ്റെ സ്റ്റേജുകൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച് ദി കറക്റ്റ് വൺസ്. ഇതിൽ സെൻറ്റൻസിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള പിക്ചറും സെൻറ്റൻസും കറക്റ്റായിട്ട് യോജിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നിവിടെ തന്നിട്ടുണ്ട്. ക്ലീൻ ദി ഫിംഗേഴ്സ് ആൻഡ് വ്രിസ്റ്റ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലാർ മാനർ യൂസിങ് ദി അതർ ഹാൻഡ്. നമ്മുടെ വിരലുകൾക്കിടയിലും ഒക്കെ എന്താണ് നമ്മുടെ ഒരു കൈ ഉപയോഗിച്ചിട്ട് സർക്കുലാർ മോഷനിൽ റൗണ്ടിൽ നന്നായിട്ട് ഒരുതി കഴുകുക എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് നോക്കിക്കേ. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ റണ്ണിങ് വാട്ടർ. ഒഴുകുന്ന വെള്ളത്തിൽ വെള്ളം നന്നായിട്ട് കൈ നന്നായിട്ട് കഴുകുക എന്നാണ് പറഞ്ഞത്. സോ രണ്ടാമത്തെ പിക്ചർ ഒന്നാമത്തെ പോയിന്റിലേക്കാണ് വരയ്ക്കേണ്ടത്. മൂന്നാമത്തേത് വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ സോപ്പ്. എന്താണ്? സോപ്പ് കൊണ്ട് കൈ കഴുകുന്നതാണ് മൂന്നാമത്തെ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇനി നാലാമത്തത് ക്ലീൻ ദി ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദി ഫിംഗേഴ്സ്. വിരലുകൾക്കിടയിലും കൈയിൻ്റെ ബാക്കിലും ഒക്കെ കഴുകുക. അതാണ് നാലാമത്തെ പിക്ചറിലുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് താഴെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കാം. മനു കെയിം ടു സ്കൂൾ വിയറിങ് എ മാസ്ക് ബിക്കോസ് ഹി ഹാഡ് എ കോൾഡ്. മനു സ്കൂളിലേക്ക് വന്നപ്പോൾ മാസ്ക് ധരിച്ചിട്ടാണ് വന്നത്, കാരണം അവന് കോൾഡ് ഉണ്ട്, ജലദോഷമുണ്ട്. ആൻഡ് വാസ് സ്നീസിങ്. തുമ്മലുമുണ്ട്. സ്നീസിങ് എന്ന് പറഞ്ഞാൽ തുമ്മൽ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് വിയറിങ് എ മാസ്ക്? ഒരു മാസ്ക് ധരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് രോഗങ്ങൾ പടരുന്നതിനെ തടയും അല്ലേ? നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് പ്രിവെൻറ്റ് സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് എന്ന് എഴുതാം. ഇനി സി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ഡിസീസസ് ആർ സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്? കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ എ ടൈഫോയിഡ്, കോളറ, ബി ഡെങ്കി ഫീവർ, എലിഫന്റിയാസിസ്, സി ചിക്കൻ ഗുനിയ, ജോണ്ടിസ്, ഓപ്ഷൻ ഡി മലേറിയ, കഫ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡെങ്കി ഫീവറും എലിഫന്റിയാസിസുമാണ് ആൻസർ വരുന്നത്. അത് നിങ്ങൾ താഴെ ആ കോളത്തിലേക്ക് എടുത്തെഴുതാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത്. അടുത്തത് എ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ ആർ ഗിവൺ ബിലോ. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. പുട്ട് എ ടിക്ക് മാർക്ക് ബിലോ ദി കറക്റ്റ് വൺസ് ആൻഡ് എ ക്രോസ് മാർക്ക് ബിലോ ദി റോങ്സ് വൺസ്. അതായത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റിന് താഴെ ടിക്ക് മാർക്കും തെറ്റായതിന് നേരെ താഴെ ക്രോസ് മാർക്കും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. സ്ലീപ്പ് വെൽ. നന്നായിട്ട് ഉറങ്ങുക എന്താണ്? നല്ലതാണ് അല്ലേ? നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. സോ അതിന് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റാണ് ഈറ്റ് ഇനഫ് ഫുഡ്. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക, അത് ശരിയാണ്. ഫോളോ ഹൈജീനിക് ഹാബിറ്റ്സ്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള കാര്യങ്ങൾ സ്വഭാവങ്ങൾ ഫോളോ ചെയ്യുക, അത് ശരിയാണ്. പ്ലേ ഓൺലൈൻ ഗെയിംസ്. ഓൺലൈൻ ആയിട്ടുള്ള ഗെയിം കളി തെറ്റാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല, അവിടെ ക്രോസ് മാർക്ക് കൊടുക്കുക. പ്ലേ ഫിസിക്കൽ ഗെയിംസ്, അത് ശരിയാണ്. നല്ല ഗെയിംസ് ഒക്കെ കളിക്കുക, അത് ശരിയാണ്. ഇനി അടുത്തത് പ്രിപ്പയർ 3 questions ടു ഇൻ്റർവ്യൂ എ ഹെൽത്ത് എക്സ്പേർട്ട് ടു കണ്ടക്ട് അവെയർനെസ് ഓൺ ദി ടോപ്പിക് ചിൽഡ്രൻ ആൻഡ് ദെയർ ഹെൽത്ത്. സോ ഇവിടെ നിങ്ങൾ ചിൽഡ്രൻ ആൻഡ് ഹെൽത്ത് എന്ന കുട്ടികളും ആരോഗ്യവും എന്ന ടോപ്പിക്കിൽ വിഷയവുമായിട്ട് ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനെ ചോദിക്കാൻ പറ്റുന്ന ഒരു 3 questions ആണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. സോ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? വാട്ട് ആർ ദി ബെസ്റ്റ് ഫുഡ്സ് ഫോർ ചിൽഡ്രൻ ടു സ്റ്റേ ഹെൽത്തി? കുട്ടികൾ ആരോഗ്യമായിരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട നല്ല ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക്
നമുക്ക് ചോദിക്കാം, ഹൗ മച്ച് സ്ലീപ്പ് ഡു ചിൽഡ്രൻ നീഡ് എവറി ഡേ? എല്ലാ ദിവസവും കുട്ടികൾക്ക് എത്ര ഉറക്കമാണ് ആവശ്യം വരുന്നത്? വാട്ട് ഷുഡ് ചിൽഡ്രൻ ഡു ടു അവോയ്ഡ് ഫാളിങ് സിക്ക് ഓഫൺ? കുട്ടികൾ വേഗം രോഗികളാവുന്നതിന് എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, അവോയ്ഡ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് ചോദിക്കാം. സോ ഈ 3 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ നെക്സ്റ്റ് ഏത് വീഡിയോ, ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.